സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ഡിവൈഎസ്പി ശാരികയുടെ വീട്ടിൽ വരുന്നതാണ്. അപ്പോൾ രാജീവിനെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് എനിക്ക് ഈ വീട് സെർച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. താൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. എനിക്ക് വലിയ സ്വത്ത് ഉള്ള ആളാണ്, ഞാൻ വലിയ കോടീശ്വരിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ സ്വത്തിൽ നിന്ന് കുറച്ച് അധികം വിഹിതം വഹിച്ചെടുക്കാമെന്ന് കരുതി എൻ്റെ കൂടെ നിൽക്കുന്നതായിട്ട് ഭാവിച്ച് എന്നെ ചതിച്ചു. പിന്നീട് താൻ എന്നെ വീണ്ടും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ താൻ എന്നെ ചതിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. താൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ സമ്മതിക്കില്ല സെർച്ച് ചെയ്യാമെന്നൊക്കെ തന്നെ തീർത്ത് പറയുകയാണ്. അപ്പോൾ ഞാൻ പോലീസാണ്, എനിക്ക് എൻ്റെ ഡ്യൂട്ടിക്ക് ഭംഗം വരുത്തരുതെന്നൊക്കെ പറയുമ്പോൾ സെർച്ച് വാറൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം കയറാം, അല്ലെങ്കിൽ ഇവിടെ ചോര വീഴുമെന്ന് ശാരിക പറയുകയാണ്. ശാരികയാണ് ഈ പറയുന്നത്. ഇതിന് മാറ്റമൊന്നും സംഭവിക്കില്ല എന്ന് തീർത്ത് പറയുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഡിവൈഎസ്പി കൂടെയുള്ള പോലീസുകാരെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. ശേഷം രാഖിയെയും വലിയേട്ടനെയും ആരതി ചേച്ചിയും ഗീതയുടെയും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ സാറിനെക്കുറിച്ച് നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല, അയാൾ ഈ പറയുന്നത് പോലെയൊക്കെ ഉള്ളൂ. ശാരികയെ അതിജീവിക്കാനുള്ള കഴിവ് അയാൾക്കില്ല. ശാരിക അത്രയ്ക്ക് സ്വാധീനമുള്ള ആളാണ്. അവൾക്ക് ഡിവൈഎസ്പി എന്ന് പറഞ്ഞാൽ പുല്ല് വിലയാണെന്നൊക്കെ ഗീതാർത്തി പറയുമ്പോൾ എന്ത് ചെയ്താലും ശരി, എനിക്കെൻ്റെ രാജീവേട്ടനെ തിരിച്ചു കൊണ്ടുവരണം, അതിനുവേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാൻ വരും, ഞാൻ റെഡിയാണെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ രാഖി അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ എവിടെ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കാണ് ഇങ്ങനെ ഒരു ആപത്ത് വന്നിരുന്നെങ്കിൽ, എന്നെയാണ് മിസ്സിംഗ് ആയിരുന്നെങ്കിൽ എൻ്റെ രാജീവേട്ടനെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എൻ്റെ ജീവൻ കളഞ്ഞിട്ടാണ് ഞാൻ രാജീവേട്ടനെ രക്ഷിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഞാൻ ഡിവൈഎസ്പിയെ ആദ്യം കാണാൻ പോകുന്നു. അതിന് ശേഷം എനിക്ക് ശാരികയെ കാണാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ്. ഒപ്പം തന്നെ ആര്യ ചേച്ചി ഞാനും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് പുറകെ പോവുകയാണ്. അതിന് ശേഷം ഡിവൈഎസ്പി ഓഫീസിൽ ആര്യ ചേച്ചിയാണ് ചെന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ ചെന്നിട്ട് എൻ്റെ ഭർത്താവിനെ എവിടെയുണ്ടെന്ന് നിങ്ങളാണ് പറഞ്ഞ് കണ്ടുപിടിച്ച് തരേണ്ടത്, കാരണം എൻ്റെ ഭർത്താവിനോട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് ജയേട്ടൻ്റെ അടുത്ത് നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് സാറാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അറസ്റ്റൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി കൊണ്ടുപോയതാണ്, അതിനുശേഷം ഞാൻ വിട്ടിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് നുണ വേണമെങ്കിലും പറയാമല്ലേ, എനിക്കതൊന്നും അറിയണ്ട, എനിക്കെൻ്റെ രാജീവേട്ടൻ എവിടെയാണെന്ന് അറിയണം, അതിനുവേണ്ടി നിങ്ങൾ എന്ത് അന്വേഷണമാണ് നടത്തുന്നത്, ഇനിയിപ്പോൾ എൻ്റെ പരാതി കിട്ടാത്തതുകൊണ്ടാണെങ്കിൽ അത് ഞാൻ തരാമെന്നും പറഞ്ഞിട്ട് എൻ്റെ രേഖാമൂലമുള്ള പരാതിയാണെന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന് എന്ത് മറുപടിയാണ് തരാനുള്ളതെന്നൊക്കെ പറയുമ്പോൾ എനിക്കിത് മാത്രമല്ല ജോലി, എനിക്ക് ഒരുപാട് ജോലിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ആര്യ ചേച്ചിയും പറയുകയാണ്, ദയവ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം, ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഹെൽപ്പ് ചെയ്യാനായിട്ട്, സാറ് സത്യസന്ധമായിട്ട് കൃത്യനിർവഹണം നടത്തുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. രാഖി പറയുന്നതൊന്നും ഒന്നും വിചാരിക്കേണ്ട, കാരണം എൻ്റെ ഭർത്താവിനെ എവിടെ ഉണ്ടെന്ന് പോലും അറിയാതെ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാത്ത ഒരു ഭാര്യയുടെ ടെൻഷൻ കൊണ്ടാണ് ഇത്രയധികം ഷൗട്ട് ചെയ്യുന്നത്, സാറൊന്നും വിചാരിക്കുക പറയുമ്പോൾ അവസാനം സാറ് പറയുകയാണ്, അതായത് ഡിവൈഎസ്പി പറയുകയാണ്, എനിക്ക് എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം തന്നെ ഞാൻ നോക്കി രാജീവിനെ കണ്ടുപിടിച്ചോളാം, നിങ്ങളിപ്പോൾ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വിടുകയാണ്. ശേഷം അങ്ങനെ രാഖിയും ആരതിയും കൂടി റോഡിലൂടെ നടന്നു പോകുമ്പോൾ ശാരികയുടെ കാറ് കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ശാരികയോട് സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് രാഖി അങ്ങോട്ട് പോകുന്നു. ഒപ്പം ആരതിയും കൂടെ പോകുന്നു. അപ്പോഴേക്കും ശാരികയോട് രാഖി പറയുന്നുണ്ട്, എൻ്റെ രാജീവേട്ടൻ എവിടെ, നീ സത്യം പറയണം, എവിടെയാണ് എൻ്റെ രാജീവേട്ടൻ ഉള്ളത്, നിനക്കത് അറിയാമോ എനിക്കറിയാമെന്നൊക്കെ പറയുമ്പോൾ നീ എന്തായി പറയുന്നത്, എനിക്കെന്താണെന്നൊന്നും അറിയില്ല, നീയല്ലേ എൻ്റെ രാജീവേട്ടനെ എൻ്റെ അടുത്ത് നിന്ന് വശീകരിച്ച് നിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത്, അതിനുശേഷം ഇപ്പോൾ രാജീവേട്ടൻ മിസ്സിങ് ആയത് നിൻ്റെ അടുത്ത് നിന്നാണ്, അതുകൊണ്ട് ഞാൻ രേഖാമൂലം പരാതി കൊടുക്കാൻ പോവുകയാണ്, എൻ്റെ ഭർത്താവിനെ കാണുന്നില്ല, മുൻ ഭാര്യയായ നീയാണ് അതിന് പിന്നിൽ നിന്ന് തന്നെയാണ് ഞാൻ രേഖാമൂലം പരാതി കൊടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ആര്യ ചേച്ചിയും പറയുകയാണ്, നിൻ്റെ അതിബുദ്ധി കൊള്ളാലോ, നീ ചെയ്തേക്കുന്ന കുറ്റം ഇവളുടെ മേളിൽ ചുമത്താവുന്ന ആളെ നീ വിചാരിച്ചിരിക്കുന്നത്, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. രാഖി പറയുകയാണ്, എനിക്ക് വേറെ ഒന്നും അറിയണ്ട, ഞാൻ ഇതുവരെ നീ ചെയ്തതെല്ലാം ക്ഷമിക്കും, പക്ഷേ ഇതെൻ്റെ ജീവൻ്റെ കാര്യമാണ്, എൻ്റെ ജീവൻ്റെ ജീവനായ രാജീവേട്ടന് ഇതിന് സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഇല്ല, നിന്നെ എന്ത് ചെയ്യണമെന്ന് പിന്നെ എനിക്കറിയാം, നീ ജീവിച്ചിരിപ്പില്ല, അതല്ലാതെ നിന്നെ കാലം മുഴുവൻ ജയിലറയ്ക്കുള്ളിൽ ആക്കാൻ എനിക്കറിയാം, അതിന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, എൻ്റെ എല്ലാ കൺട്രോളും പോയിരിക്കുകയാണ്, എനിക്കിതിൽ വേറെ ഒന്നും മേലും കീഴൊന്നും നോക്കാനില്ല, നീ അത് മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശാരികയും ഒട്ടും വിട്ടും കൊടുക്കുന്നില്ല, നിനക്ക് തൽക്കാലം രാജീവേട്ടൻ ജീവനോടെ ഉണ്ടായാൽ മാത്രം മതിയോ, ജീവനോടെ കിട്ടിയാൽ മാത്രം മതി എന്നാണെങ്കിൽ നീ ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും, ഞാൻ എവിടെയുണ്ടെങ്കിലും രാജീവേട്ടനെ കണ്ടുപിടിക്കാം, എന്നിട്ട് പക്ഷേ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നത് നിൻ്റെ വീട്ടിലേക്കായിരിക്കില്ല, എൻ്റെ വീട്ടിലേക്കായിരിക്കും എന്ന് പറയുമ്പോൾ ആര്യ ചേച്ചിയും രാഖിയൊക്കെ പറയുകയാണ്, അപ്പോൾ നീ സമ്മതിച്ചു, രാജീവേട്ടനൊന്നും സംഭവിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിച്ചിരിപ്പോൾ നിൻ്റെ കസ്റ്റഡിയിലാണ് നീ പറയുന്നതിന് തുല്യം തന്നെയാണിത്, എനിക്ക് ഇത്രയും കേട്ടാൽ മതി, ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രാഖി അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തിട്ട് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ശാരിക തൻ്റെ ഇല്ലത്തിൽ പിടിച്ചെത്തുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും അതിൻ്റെ പുറകെ തന്നെ പോലീസ് ജീപ്പ് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ശാരികയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്, അതായത് രാഖി പറഞ്ഞത് എനിക്ക് വേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം, എൻ്റെ രാജീവേട്ടനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ
അത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല ദേഷ്യത്തോടു കൂടി വേഗം തന്നെ അകത്ത് കയറിയിട്ട് വാതിലൊക്കെ അടയ്ക്കുകയാണ്. എന്നിട്ട് നല്ല ദേഷ്യത്തോടുകൂടി അങ്ങോട്ട് നടക്കുമ്പോഴേക്കും പോലീസ് എത്തുകയാണ് അങ്ങോട്ട്. ഒപ്പം വനിതാ പോലീസ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. സെർച്ച് ചെയ്യാൻ വേണ്ടി തന്നെ സെർച്ച് വാറൻറ്റോടു കൂടിയാണ് സാറ് വന്നിരിക്കുന്നത്. ഡിവൈഎസ്പി പലതവണ കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്, പക്ഷേ ശാരിക വാതിൽ തുറക്കുന്നില്ല. പെട്ടെന്ന് ആ ശബ്ദം കേട്ടിട്ട് ദുർഗാബായി ഇറങ്ങി വരുന്ന ആരാ മോളെന്ന് ചോദിക്കുമ്പോഴേക്കും പോലീസാണെന്ന് പറയുന്നു. റിവോൾവർ എടുക്കണോ, മുംബൈയിലേക്ക് വിളിക്കണോ, അങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കുകയാണ് ശാരികയോട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സമയമാകുമ്പോൾ പറയാമെന്ന് പറയുന്നു. വീണ്ടും വീണ്ടും കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഞാൻ ചവിട്ടി തുറക്കുമെന്നൊക്കെ പറയുമ്പോഴേക്കും പോയി തുറക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടില്ലേ, ഈ പ്രാവശ്യം സെർച്ച് വാറൻറ്റോട് കൂടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സെർച്ച് വാറൻറ്റ് കയ്യിൽ കൊടുക്കുമ്പോൾ ശാരിക അത് വായിച്ച് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നു, താൻ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്, താൻ വെറും DYSP ആണ്, ഇതിന് മേലുള്ള SP-യും അതിന് മേലുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഞാൻ വിളിച്ചാൽ ഇവിടെ വരും, അവർ വന്ന് നിർത്താൻ പറഞ്ഞാൽ തനിക്കിത് നിർത്തേണ്ടി വരും. താൻ എത്ര വലിയ പോലീസാണെങ്കിലും ശരി, ശാരികയുടെ വീട്ടിൽ വന്ന് സെർച്ച് ചെയ്യാനുള്ള അത്ര വലിയ ആളൊന്നും താൻ ആയിട്ടില്ല, നടക്കുമെന്ന് താൻ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു DYSP-യോട് ഷൗട്ട് ചെയ്യുകയാണ്. ഒപ്പം പറയുന്നു, ഈ ഒരു കടലാസ് കൊണ്ടാണോ, ഈ ഒരു സെർച്ച് വാറൻറ്റും കൊണ്ട് തനിക്ക് എന്നെ എന്ത് ചെയ്യാമെന്നാണ് കരുതിയത്, താൻ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇത് എൻ്റെ ആണ്, ഇവിടെ എന്ത് നടക്കണം, എവിടെ സെർച്ച് ചെയ്യണം, സെർച്ച് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, അതൊന്നും തൻ്റെ നിയന്ത്രണമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഈ കടലാസ് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് സെർച്ച് വാറൻറ്റ് കീറി കളയുകയാണ് DYSP-യുടെ മുന്നിൽ. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ, ബൈ.